ഹലോ എവ്രി വൺ. ഇന്ന് അഡ്വാൻസ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ചാർട്ടിംഗ് എ കോഴ്സ് ബേസ്ഡ് ഓൺ ലോങ് ടേം ഗോൾസ് ആൻഡ് എ ലോങ്ങർ ടേം വിഷൻ എന്നാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ലോങ്ങർ ടേം ഗോൾസും ലക്ഷ്യങ്ങളും അതേപോലെ ഓർഗനൈസേഷൻ്റെ ദീർഘകാല വീക്ഷണവും ഈ രണ്ട് കാര്യങ്ങളും ഒരു പ്ലാൻ ഓഫ് ആക്ഷനിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആവാൻ വേണ്ടി കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുത്തേ മതിയാവുള്ളൂ. സോ ഈ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ഗോൾസും അതേപോലെ ഓർഗനൈസേഷൻ്റെ ലോങ്ങർ ടേം വിഷൻ. ഈ രണ്ട് കാര്യങ്ങളും ഒരു ചാർട്ട് ഓഫ് അല്ലെങ്കിൽ ഒരു പ്ലാൻ ഓഫ് ആക്ഷനിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ പ്രോസസ് ഓർ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റെപ്സാണ് അതിലുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ഡിഫൈനിങ് ദ പ്രോബ്ലം ആണ്. സെക്കൻഡ് വൺ ഈസ് അനലൈസിങ് ദ പ്രോബ്ലം. തേർഡ് വൺ ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഫോർത്ത് വൺ ഈസ് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ്. അപ്പോൾ ആദ്യത്തെ, ദാറ്റ് ഈസ് ഡിഫൈനിങ് ദ പ്രോബ്ലം എന്നുള്ള പറയുന്നത്, ഏതൊരു ഓർഗനൈസേഷനിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വരുന്ന പ്രോബ്ലം എന്താണെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. ദാറ്റ് ഈസ് ഡിഫൈനിങ് ദ പ്രോബ്ലം എന്നതിൽ പറയുന്നത്. നമുക്കറിയാം കുറേ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഏറ്റവും അഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലം ഏതാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് അനലൈസിങ് ദ പ്രോബ്ലമാണ്. ഡിഫൈൻ ചെയ്ത ശേഷം രണ്ടാമത്തത് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോബ്ലത്തിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നത് മാനേജേഴ്സാണ്. മാനേജേഴ്സ് എന്ത് ചെയ്യണം, ദേ ഹാവ് ടു കളക്ട് വേരിയസ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദ പ്രോബ്ലം. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള ഇൻഫോർമേഷനാണ് വേണ്ടത് എന്നുള്ളത് കളക്ട് ചെയ്യുന്ന സ്റ്റേജാണ് ഈ അനലൈസിങ് ദ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് വൺ ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ആണ്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അതിന് ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഫോർത്ത് വൺ ഈസ് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ആണ്. ഇപ്പോൾ കുറേ ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. എല്ലാം ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ്. പല ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ സെലക്ട് ചെയ്ത ഓൾട്ടർനേറ്റീവ്സ് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഏതാണോ എന്നുള്ളത് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സെലക്ട് ചെയ്യുകയാണ്. സോ ഇതാണ് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് അപ്രോച്ചസ് ടു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. പല തിയറീസാണ് ഈ ഡിസിഷൻ മേക്കിങ്ങിന് ഉള്ളത്. അതിന് അപ്രോച്ചസ് ആയിട്ടും പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റ്യൂറ്റീവ് ഇമോഷണൽ അപ്രോച്ചാണ്. ഇൻറ്റ്യൂറ്റീവ് ഇമോഷണൽ അപ്രോച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കർ ഡിസിഷൻസ് എടുക്കുന്നത് അയാൾക്കുണ്ടാവുന്ന ഇൻറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഗട്ട് ഫീലിങ്സ് അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് അതുമായി ബന്ധപ്പെട്ടതായിരിക്കും അയാൾ അവിടെ ഡിസിഷൻസ് എടുക്കുന്നത്. അതായത് ഉൾക്കാഴ്ച, ഗട്ട് ഫീലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, വരാൻ പോകുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ നല്ലതായിരിക്കുമോ അല്ലെങ്കിൽ മോശമായിരിക്കും എന്നുള്ളത് മുൻകൂട്ടി അറിയുക, അതിനെയാണ് ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ പാസ്റ്റ് എക്സ്പീരിയൻസ്, ഈ ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കർ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ഏതൊരു ഓർഗനൈസേഷനും പ്രോപ്പറായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കാരണം കൂടുതലുമായിട്ടും പേഴ്സണൽ ബയാസ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് കുറച്ചും കൂടി ഇമോഷണൽ ആസ്പെക്ട്സിനാണ് ഇമ്പോർട്ടൻസ് ഇവിടെ ഡിസിഷൻസ് എടുക്കുമ്പോൾ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കർ എടുക്കുന്നത്. ആ ഒരു അപ്രോച്ചിനാണ് ഇവിടെ ഇൻറ്റ്യൂറ്റീവ് ഇമോഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇൻറ്റ്യൂറ്റീവ് ഇമോഷണൽ അപ്രോച്ചിൽ ദ സ്ട്രാറ്റജിക് മാനേജർ or strategic decision maker take decisions mainly on the basis of intuitions or emotional aspects എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് റാഷണൽ അനലൈറ്റിക്കൽ അപ്രോച്ച് ആണ്. റാഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് യുക്തിപരം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ ഡിസിഷൻ മേക്കർ ഡിസിഷൻസ് എടുക്കുന്നത് വളരെയധികം യുക്തിപരമായി ചിന്തിച്ചും അയാൾ വളരെയധികം ഇൻ്റലിജൻ്റ് ആയിരിക്കും എന്നൊരു അസംഷനിലാണ്. അതായത് ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ആ പ്രോബ്ലത്തിന് പറ്റുന്ന എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ആണോ ഉള്ളത് ആ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം സൂട്ടബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്.
സോ ഈ ഒരു അപ്രോച്ചാണ് റാഷണൽ അനലൈറ്റിക്കൽ അപ്രോച്ച്. ഇവിടെ ഇമോഷണൽ ആസ്പെക്റ്റിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. കൂടുതലുമായിട്ടും ഇൻ്റലിജൻറ്റ് അതേപോലെ റാഷണലായിട്ട് തിങ്ക് ചെയ്തിട്ടാണ് ഇവിടെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കർ ഡിസിഷൻ എടുക്കുന്നു എന്നൊരു കാര്യമാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സാറ്റിസ്ഫൈങ് അപ്രോച്ച് എന്നുള്ളതാണ്. ഈ ഒരു അപ്രോച്ച് നമ്മൾ മുന്നേ പറഞ്ഞ റാഷണൽ അനലൈറ്റിക്കൽ അപ്രോച്ചിനെക്കാട്ടിലും കുറച്ചും കൂടി എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഏതിന് കൊടുക്കുന്നില്ല, റാഷണാലിറ്റിക്ക് കൊടുക്കുന്നില്ല. അതായത് ഇവിടെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കർ ഡിസിഷൻസ് എടുക്കുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾട്ടർനേറ്റീവ് അയാളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക. അതാണ് ഇതിൽ പറയുന്നത്. ദാറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ ടേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ലിമിറ്റഡ് ആൻഡ് ഇൻകംപ്ലീറ്റ് നോളേജ്. ആ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ആ പ്രോബ്ലത്തിനെ പറ്റി ഡിസിഷൻസ് എടുക്കുമ്പോൾ അയാളുടെ മുമ്പിൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് ആയിരിക്കും. അതേപോലെ അയാൾക്ക് അതിനെ പറ്റിയിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളേജ് ആയിരിക്കും ഉള്ളത്. അത് വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യുകയാണ്, ഡിസിഷൻസ് എടുക്കുകയാണ്. സോ അതിൽ പറയുന്നുണ്ട് ഒപ്റ്റിമൈസിങ് മീൻസ് ചൂസിങ് ദ ബെസ്റ്റ് പോസിബിൾ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിമൈസിങ് നമ്മുടെ റാഷണൽ അനലൈറ്റിക്കൽ അപ്രോച്ചിൽ വരുന്നതാണ്. അതിൽ ഏറ്റവും കുറേ ആൾട്ടർനേറ്റീവ്സിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിബിൾ ആൾട്ടർനേറ്റീവ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ബെസ്റ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ആണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതേ അപ്രോച്ച് സാറ്റിസ്ഫൈങ്ങിൽ വരുന്നില്ല. കാരണം ഇവിടെ ദ ഡിസിഷൻ മേക്കർ ചൂസ് ദ ഫസ്റ്റ് ആൾട്ടർനേറ്റീവ് ദാറ്റ് മീറ്റ്സ് ദ ഡിസിഷൻ മേക്കേഴ്സ് മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് കുറേ ആൾട്ടർനേറ്റീവ്സ് ഒന്നുമില്ല, അയാളുടെ മുമ്പിൽ ഫസ്റ്റ് ആൾട്ടർനേറ്റീവ് അയാൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ആൾട്ടർനേറ്റീവ് അയാൾ സാറ്റിസ്ഫൈ ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്ന അപ്രോച്ചാണ് ഈ സാറ്റിസ്ഫൈങ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ ബിഹേവിയറൽ അപ്രോച്ച്. അപ്പോൾ ഇൻറ്റ്യൂട്ടീവ് ഇമോഷണൽ അപ്രോച്ച് പറഞ്ഞു. രണ്ടാമത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ദാറ്റ് ഈസ് റാഷണൽ അനലൈറ്റിക്കൽ അപ്രോച്ചാണ്. തേർഡ് വൺ ഈസ് സാറ്റിസ്ഫൈങ് അപ്രോച്ച് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ ബിഹേവിയറൽ അപ്രോച്ച് എന്നുള്ളതാണ്. ഈ ഒരു അപ്രോച്ച് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ here the decisions are taken by the organizations by taking the views of various people or those who are directly or indirectly related to the organization. ഓർഗനൈസേഷനുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും വ്യൂസ് കൺസിഡർ ചെയ്തിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. ദ കോർപ്പറേഷൻസ് മസ്റ്റ് കൺസിഡർ ഓൾ ദ പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻസ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. അത് ടോപ്പ് ലെവലുള്ള ആൾക്കാർ മാത്രമല്ല, ഈവൻ മിഡിൽ ലെവൽ, ലോവർ ലെവൽ, അതേപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞാൽ അറിയാലോ, ദാറ്റ് ഇസ് ഹു ആർ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ഓർഗനൈസേഷൻ. അവരെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവരെല്ലാം ആൾക്കാരുടെയും വ്യൂസ് കൺസിഡർ ചെയ്തിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ആ ഒരു അപ്രോച്ചിനെയാണ് പൊളിറ്റിക്കൽ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് 4 അപ്രോച്ചസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൽ മോഡൽസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഹെൻറി മിൻസ്ബർഗ് എന്നൊരാളുടെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് മോഡലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ 4 തരം മോഡലാണ് പറയുന്നത്. ഒന്ന് ഓൺട്രപ്രണറിയൽ മോഡൽ, രണ്ടാമത്തത് അഡാപ്റ്റീവ് മോഡൽ, മൂന്നാമത്തത് പ്ലാനിംഗ് മോഡൽ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലോജിക്കൽ ഇൻക്രിമെൻ്റലിസം. ഈ 4 മോഡൽസിനെയാണ് മിൻസ്ബർഗിൻ്റെ സ്ട്രാറ്റജിക് ഡിസിഷൻ മോഡൽ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഓരോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓൺട്രപ്രണറിയൽ മോഡൽ. ഓൺട്രപ്രണറിയൽ മോഡൽ എന്ന് പറയുന്നത് കൂടുതലുമായിട്ടും ഓൺട്രപ്രണേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഒരുപാട് ഇന്നോവേഷൻ അതേപോലെ റിസ്ക് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് ഈ ഒരു മോഡൽ ഓഫ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. So strategies made by one powerful individual who has entrepreneurial competencies like innovation and risk taking. അതായത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഏബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺട്രപ്രണർ കോമ്പിറ്റൻസീസ് എബിലിറ്റീസ് ആയിട്ട് ഇന്നോവേഷൻ റിസ്ക് ടേക്കിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് ഈ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓപ്പർച്യൂണിറ്റീസിനാണ് റാദർ ദാൻ പ്രോബ്ലംസ് എപ്പോഴും ഇവിടെ സെക്കൻഡറി ആയിട്ടേ വരുന്നുള്ളൂ. ഫസ്റ്റ് വരുന്നത് ഓപ്പർച്യൂണിറ്റീസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു മോഡലിനെയാണ് ഓൺട്രപ്രണർ മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അഡാപ്റ്റീവ് മോഡാണ്. അഡാപ്റ്റീവ് മോഡൽ പറയുന്നത് എങ്ങനെയാണോ ഇപ്പോൾ നിലവിൽ ഓർഗനൈസേഷൻ നടന്നു കൊണ്ടുവന്നത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക, യാതൊരു ചേഞ്ചസും വരുത്തില്ല. എന്തൊക്കെ ചേഞ്ചസ് ആണോ എൻവയറമെൻറ്റിൽ വരുന്നത് അത് തന്നെ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു മോഡലാണ് അഡാപ്റ്റീവ് മോഡൽ എന്ന് പറയുന്നത്. അതായത് കൂടുതലുമായിട്ടും റിയാക്റ്റീവ് സൊല്യൂഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റാദർ ദാൻ പ്രോ ആക്റ്റീവ് സൊല്യൂഷൻസ്. എന്താണ് രണ്ടിനും വ്യത്യാസം? റിയാക്റ്റീവ് സൊല്യൂഷൻസ് ആൻഡ് പ്രോ ആക്റ്റീവ് സൊല്യൂഷൻ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്റ്റീവ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ മാത്രം സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനെയാണ് റിയാക്റ്റീവ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഈ അഡാപ്റ്റീവ് മോഡ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റിയാക്റ്റീവ് സൊല്യൂഷൻസിനാണ്.
പക്ഷേ പ്രോ ആക്റ്റീവ് സൊല്യൂഷൻസ് ആണ് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ നല്ലതെന്നാണ് പറയുന്നത്. ഈ പ്രോ ആക്റ്റീവ് സൊല്യൂഷൻസ് പറഞ്ഞാൽ എന്താണ്? അതായത് ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ ഒരു കണ്ടിൻജൻസി ഉണ്ടാവാൻ പോകും, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്? സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് പ്രോ ആക്റ്റീവ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു അഡാപ്റ്റീവ് മോഡിൽ പറയുന്നത് കൂടുതലുമായിട്ടും റിയാക്റ്റീവ് സൊല്യൂഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പ്ലാനിങ് മോഡാണ്. പേരിൽ തന്നെ ഉണ്ട്. പ്ലാനിങ് മോഡിൽ എന്താ ചെയ്യുന്നത്? ദിസ് ഡിസിഷൻ മേക്കിംഗ് മോഡ് ഇൻവോൾവ് ദ സിസ്റ്റമാറ്റിക് ഗ്യാതറിംഗ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോർമേഷൻ ഫോർ സിറ്റുവേഷൻ അനാലിസിസ് എന്നാണ് പറയുന്നത്. വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് അതിന് നല്ല രീതിയിൽ സിറ്റുവേഷണൽ അനാലിസിസ് ഒക്കെ നടത്തി സൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തിട്ട് അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു മോഡിനെയാണ് ഈ പ്ലാനിങ് മോഡ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. പ്രോആക്റ്റീവ് സൊല്യൂഷൻസും ഉണ്ട്, അതേപോലെ റിയാക്റ്റീവ് സൊല്യൂഷൻസും ഉണ്ട്. രണ്ട് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന മോഡാണ് ഈ പ്ലാനിങ് മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ പ്ലാനിങ് മോഡിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇൻഫോർമേഷൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഗ്യാദർ ചെയ്ത ശേഷം അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഡെവലപ്പ് ചെയ്യുക, അതിനുശേഷം റാഷണൽ സെലക്ഷൻ നടത്തുക. ഓക്കെ, അതിൻ്റെ പുറമെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് റിയാക്റ്റീവ് സൊല്യൂഷൻസ് ആൻഡ് പ്രോ ആക്റ്റീവ് സൊല്യൂഷൻസ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് ദ ലാസ്റ്റ് വൺ ഈസ് ലോജിക്കൽ ഇൻക്രിമെൻ്റലിസം. ലോജിക്കൽ ഇൻക്രിമെൻ്റലിസം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞ എല്ലാ മോഡൽസിനും ഒരു കോമ്പിനേഷനാണ് ഈ ലോജിക്കൽ ഇൻക്രിമെൻ്റലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻ ദിസ് മോഡ് ടോപ്പ് മാനേജ്മെൻറ്റ് ഫസ്റ്റ് ഡെവലപ്സ് റീസണബിളി ക്ലിയർ ഐഡിയ ഓഫ് ദ കോർപ്പറേഷൻസ് മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ആദ്യം തന്നെ ഒരു എൻ്റർപ്രൈസിൻ്റെ മിഷൻ എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ മാനേജ്മെൻറ്റ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഇറ്റ് ചൂസസ് ടു യൂസ് ആൻ ഇൻട്രാക്റ്റീവ് പ്രോസസ് ഇൻ വിച്ച് ദ ഓർഗനൈസേഷൻ പ്രോവ്സ് ദ ഫ്യൂച്ചർ, എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ലേൺസ് ഫ്രം എ സീരീസ് ഓഫ് പാർഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്, റാദർ ദാൻ ത്രൂ ഗ്ലോബൽ ഫോർമുലേഷൻ ഓഫ് ടോട്ടൽ സ്ട്രാറ്റജീസ്. അതായത് റാദർ ദാൻ ഗ്ലോബൽ ഫോർമുലേഷൻസിൽ വരാതെ അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രാറ്റജീസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഓരോ ഏരിയയിലുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻട്രാക്റ്റീവ് പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻട്രാക്റ്റീവ് പ്രോസസ്സിൽ ദ ഓർഗനൈസേഷൻ പ്രോവ്സ് ദ ഫ്യൂച്ചറിൽ എന്താണോ ഉണ്ടാവാൻ പോകുന്നതെന്ന് മുൻകൂട്ടി അറിയുകയാണ്. അതിനനുസരിച്ചുള്ള എക്സ്പെരിമെൻറ്റ്സും പല കാര്യങ്ങളും പഠിക്കുകയാണെന്നാണ് പറഞ്ഞത്. സോ ദസ് ദ സ്ട്രാറ്റജീസ് അലോ ടു എമേർജ് ഔട്ട് ഓഫ് ഡിബേറ്റ്, ഡിസ്കഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ഈ മൂന്ന് കാര്യങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ശേഷം അതിൽ നിന്നാണ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് അവർ ഡിസിഷൻസ് എടുക്കുന്നതാണ് പറഞ്ഞത്. ഓക്കെ, സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് അപ്രോച്ചസ്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് ഇപ്പോൾ മിൻസ്ബർഗിൻ്റെ സ്ട്രാറ്റജിക് ഡിസിഷൻ മോഡലാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അതിൽ ഓൺട്രപ്രണൽ മോഡൽ, അതേപോലെ അഡാപ്റ്റീവ് മോഡൽ, ദെൻ പ്ലാനിംഗ് മോഡൽ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ലോജിക്കൽ ഇൻക്രിമെൻ്റലിസം മോഡൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണുള്ളത്. ഓക്കെ, താങ്ക് യു.